ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ലല്ലേ? സ്വാഭാവികമാണ്. ആദ്യമായി ഒരു നാഗമാകുന്ന സമയം സംഭവിക്കുന്നതെന്തെന്ന് മറക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത്രയധികം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയമാണത്. പേടിക്കേണ്ട ശേഷനാഗറാണി, എല്ലാം ഓർമ്മ വരും. പതിയെ മനസ്സിനെ നിയന്ത്രിച്ച് ചിന്തിക്കൂ. അന്നേരം പ്രാർത്ഥന അവളുടെ മനസ്സിനെ നിയന്ത്രിച്ചു. ഇന്നലെ എന്താ നടന്നത് മഹാദേവാ? ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന കണ്ണുകൾ അടച്ച് ചിന്തിച്ചതും നടന്ന സംഭവങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. ശേഷം കണ്ണുകൾ തുറന്ന് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഓർമ്മ വന്നു. നാഗലോകത്തിലെ എല്ലാ നാഗകന്യകകൾക്കും ഗുരുദേവനും എല്ലാ പ്രണാമം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന മുന്നോട്ട് നടന്നു. ഇതേസമയം രഘുവീർ കാർ നന്നാക്കി പ്രീതി കൊടുത്ത കുടയും മടക്കി കാറിനുള്ളിൽ വെച്ച് യാത്ര തുടർന്നു. ആരാണവൾ? വഴിയോരത്തെ പരിചയമില്ലാത്ത ഒരാൾ നനയുന്നത് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത അവൾ ശരിക്കും ഒരു നല്ല മനസ്സിനുടമയാണ്. അവളെ കണ്ടെത്തണം. അവൾ എനിക്കുള്ളതാണ്. അതേസമയം രഘുവീറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. രഘുവീർ ആ കോൾ എടുത്തു. ഹാ രുദ്ര, പറയടാ, നീ നാട്ടിലെത്തിയോ? മറുവശത്ത് രുദ്രൻ റായിച്ചെന്തായിരുന്നു. അതേടാ, എത്തിയിട്ടോ. 2-3 ദിവസമായി. ഇനി കല്യാണം കഴിഞ്ഞിട്ടേ ബാക്കി എന്തേലും ഉള്ളൂ. അമ്മ ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുക, നിനക്കറിയാലോ എല്ലാം. അന്നേരം രഘു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, ഇവിടെ ഏട്ടനും അത് തന്നെയാ പറയുന്നത്. ഇനി കല്യാണം കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ എന്ന്. ആട്ടെ, പെണ്ണാരാ? വിവാഹം നിശ്ചയിച്ചോ? ഇല്ലടാ, 1-2 പ്രപ്പോസൽസ് വരുന്നുണ്ട്. അമ്മ പറയുന്നവരെയൊക്കെ പോയി കാണണം ഇനി. അതാണ് ബാക്കിയുള്ള പണി. അപ്പൊ ശരി, വൈകാതെ തന്നെ കാണാം. ശരി രുദ്ര. ഇത്രയും പറഞ്ഞ് രഘു ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത രുദ്രൻ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഭഗവാനെ, എന്നെ ഈ കല്യാണ ഓട്ടത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണേ. ഇങ്ങനെയിട്ട് ഓടിക്കാതെ എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു പെണ്ണിനെ കാട്ടിത്തരണേ. മാത്രവുമല്ല ഭഗവാനെ, ഇന്നത്തെ ആ പ്രൊജക്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ ഓക്കെ ആവണേ. ഇത്രയും പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും അവിടെ നാടൻ വേഷത്തിൽ മുല്ലപ്പൂവും ചൂടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന പ്രാർത്ഥനയെ രുദ്രൻ കണ്ടു. അന്നേരം അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇത് പ്രധനയല്ലേ, ഗുജറാൾ വീട്ടിലെ? ഇത്രയും പറഞ്ഞ് രുദ്രൻ പ്രാർത്ഥനയെ തന്നെ നോക്കി നിന്നു. പ്രാർത്ഥന അതൊന്നും അറിയാതെ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു. ഭഗവാനെ, എന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാം ഇനി അവിടുത്തെ വിധി പോലെ ആകട്ടെ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ക്ഷേത്രത്തെ വലം വയ്ക്കാൻ തുടങ്ങി. അന്നേരം ഒരു കാറ്റടിച്ച് അവളുടെ ഷോൾ ദൂരേക്ക് തെറിച്ചു. ആ ഷോൾ പറന്നു വന്ന് വീണത് രുദ്രന്റെ മുഖത്തായിരുന്നു. തന്റെ ഷോൾ ദൂരെ പറന്നത് കണ്ട പ്രാർത്ഥന ആ ഷോളിന് പിന്നാലെ ഓടി അത് രുദ്രന്റെ മുഖത്തു നിന്നും വലിച്ചെടുത്തു. അന്നേരം അവൾ രുദ്രന്റെ മുഖം കണ്ടു. എന്താ പറയേണ്ടതെന്നറിയാതെ പ്രാർത്ഥനയും തന്റെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ ഞെട്ടലോടെ കണ്ട രുദ്രനും അല്പനേരം മുഖാമുഖം നോക്കി നിന്നു. ഇരുവരും പിന്നീട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. പ്രാർത്ഥന രുദ്രന്റെ നേരെ നോക്കി ചിരിച്ചു. രുദ്രൻ സാർ? രുദ്രൻ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥനയെ നോക്കി. അന്നേരം രുദ്രന്റെ അമ്മ ദേഷ്യത്തോടെ രുദ്രനെ നോക്കുന്നുണ്ടായിരുന്നു. എടാ,